ഇവിടെ ട്രെയിൻ കത്തുവാണോ? എൻ്റെ അമ്മോ നോക്കി, ഇവിടെ പുറത്ത് സൈറനൊക്കെ അടിക്കുന്നുണ്ട്. മറിയയുടെ അടുത്ത് പറഞ്ഞു, മറിയ ആൻറ്റി ആ പയ്യൻ്റെ അടുത്ത് ഒന്ന് പറയാം, അവനിപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. എന്നിട്ട് എൻ്റെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് പള്ളി കാണാൻ എന്ത് മനോഹരമല്ലേ. ഇവിടുത്തെ പള്ളികളൊക്കെ ഭയങ്കര ഫാസിനേറ്റഡ് ആണ് ഹിന്ദുയിസത്തിൻ്റെ അടുത്തും നമ്മുടെ ഹരേ കൃഷ്ണ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുയിസമായിട്ടുള്ള നമ്മുടെ സനാതൻ ധർമ്മമായിട്ടൊക്കെ വളരെ. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഉമ്മാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹർക്കിവിൽ നിന്ന് സ്വാഗതം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എച്ച്, എ എന്ന് പറഞ്ഞാൽ എ, പി എന്ന് പറഞ്ഞാൽ ആർ, കെ എന്ന് പറഞ്ഞാൽ കെ, ഐ എന്ന് പറഞ്ഞാൽ ഐ, ബി എന്ന് പറഞ്ഞാൽ ബി. ഇതാണ് നമ്മുടെ സിറിലിക് ലെറ്റർ കേട്ടോ. ഇവരുടെ സിറിലിക് ലെറ്ററിന്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സിറിലിക് ലെറ്റർ ധാരാളം രാജ്യത്ത് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ നമ്മുടെ മറിയുണ്ട്. ഹലോ മറിയ. Доброго ранку. Sabik. Yeah. Okay. Good morning. Let's go. How are you feeling? It could be better. After many years, you are back in Kharkiv. Yes, I feel awesome about it. മറിയ ഖർക്കീവിൽ വന്നത് ഏകദേശം ഒരു കുറേ വർഷമായി കേട്ടോ. ഖർക്കീവ് വന്നത്. ഖർക്കീവ് എന്ന് പറയുന്നത് എന്താണ് അറിയാമോ? അപ്പം ഞാൻ പറയാം. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ ബിൽഡിങ്. പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ, മനോഹരമായിട്ടുള്ള ബിൽഡിങ്. ഇന്ന് ഒരുമാതിരി അഴുക്ക് ക്ലൈമറ്റ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ മഴ. പിന്നെ ഈ കാണുന്നത് റെയിൽവേ സ്റ്റോക്കിൻ്റെ ഒരു ഓഫീസ് ബിൽഡിംഗ് ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം. നമ്മുടെ വക്സാലിൻ്റെ അടിയിൽ തന്നെ നമുക്കിവിടെ മെട്രോ പോകാനുള്ള ഇതുണ്ട്. ഞാൻ മെട്രോയിൽ പോകാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യുവാണ്. ഇവിടുത്തെ ഖർക്കീവിലെ മെട്രോ ആദ്യമായിട്ട് ട്രൈ ചെയ്യാനായിട്ട് പോവാം. വാവ്, ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് പൈസയൊന്നും കൊടുക്കണ്ട. ഇറ്റ്സ് ഫ്രീ. വൈ? ബിക്കോസ് ഓഫ് വാർ. യുദ്ധം കാരണം ഇവിടെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം തന്നെ ആളുകൾക്ക് സൗജന്യമാണ് കേട്ടോ. അതുകൊണ്ട് എവിടെ വേണോ നമുക്ക് ഓസിന് പോവാം. Посвід даємо? Яка? На що? На місце... Ні, він просто як турист. Турист гарно. ക്യാമറ ആവണോ? എൻ്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്യാണ് കേട്ടോ. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഖർക്കിൽ വന്നപ്പോൾ ആദ്യം കണ്ട ഒരു കാഴ്ച തന്നെ കാണിച്ചു തരാം. ഈ കാണുന്ന ബിൽഡിങ്ങുകളിൽ ഇവിടുത്തെ ഗ്ലാസ് ഒന്നുമില്ല. ഗ്ലാസിന് പകരം അവർ തടി കൊണ്ടിട്ടാണ് ജനാലകളാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഇപ്പം അവിടെ കണ്ടില്ലേ, അവിടെ തടിയോ വേറെ എന്തൊക്കെ മെറ്റീരിയൽ കൊണ്ടാണ് അവർ മറച്ചു വെച്ചിരിക്കുന്നത്. കാരണം യുക്രൈനിൽ ഇപ്പം യുദ്ധം കാരണം ബിൽഡിങ്ങിലെല്ലാം ബോംബ് വീണ് ഗ്ലാസിൻ്റെ വില ഭയങ്കര അതികഠിനമായിട്ടുള്ള പ്രൈസായിട്ട് മാറിയിരിക്കുകയാണ്. വല്ല ഗ്ലാസ് കച്ചവടം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ പൈസക്കാരനാവായിരുന്നു. അപ്പോൾ ആളുകൾ പിന്നെ വീണ്ടും ഗ്ലാസ് ഇട്ടാൽ വീണ്ടും ബോംബിടും, വീണ്ടും അത് പൊട്ടും. അതുകൊണ്ട് ആളുകൾ ഇപ്പം തടിയൊക്കെ വെച്ചിട്ടാണ് ഇവരുടെ വിൻഡോകൾ മറയ്ക്കുന്നത്, ജനാലകൾ മറയ്ക്കുന്നത്. ഗ്ലാസ് പൊട്ടിയാൽ വീണ്ടും അവർ തിരിച്ചിടാറില്ല. കാരണം എപ്പോഴും ഈ ഒരു ഭാഗത്ത് ഖർക്കീവിലൊക്കെ എപ്പോഴും ബോംബ് വീഴുന്ന സ്ഥലമാണ്. ഇന്നലെ രാത്രി ഇവിടെ ഒരു വലിയൊരു ബോംബ് വീണായിരുന്നു. ചിലപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴും വീഴാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ കീവിലൊക്കെ പോലെ അല്ല ഇവിടെ. ആക്ച്വലി ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ പ്രശ്നമാണ്. ഇവിടെ നമ്മൾ ഒരു കടയിലോട്ട് വന്നത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ഇത് ഇവരുടെ യുക്രൈനിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പം ഈ കാണുന്നത് സ്പെഷ്യൽ പ്രൊട്ടക്ഷനുള്ള ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് പൊട്ടി നിങ്ങളുടെ ബോംബ് ദേഹത്ത് വീഴില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയും കൂടിയാണ്. എനിക്ക് മറിയാണ് മീനിങ് പറഞ്ഞത്, അള്ളാഹ്ക്കറിയാം കറക്റ്റ് തന്നെയൊന്ന്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളാണോ?
ഇവിടെ എല്ലാം തന്നെ വീട് ഗ്ലാസ്സുകളൊക്കെ ഉടല് പലതും അവർ മാറ്റിയിട്ടില്ല. ഇവിടെയൊക്കെ എന്താന്ന് കേട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. വന്നിറങ്ങിയതേ ഉള്ളൂ. സൈറനാണ് കേട്ടോ. വന്നിറങ്ങുന്നതിന് മുന്നേ തന്നെ സൈറൻ. Maria, this is how Kharkiv is welcoming us with siren. Welcome to Ukraine. Welcome to Ukraine. Siren da. ഇവിടെ പഴയ നമ്മുടെ സോവിയറ്റ് ആർക്കിടെക്ചറുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ ഈ കാണുന്ന സ്ഥലത്ത് മുഴുവൻ. ഇവിടെയും പാവം തടി കൊണ്ട് അവർ ഗ്ലാസ് പൊട്ടിക്കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. പഴയ കുറേ ബിൽഡിങ്ങുകൾ നമ്മൾ ടർക്കിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ സെൻറ്ററിലോട്ടൊക്കെ ഇങ്ങനെ പയ്യെ നടക്കുവാണ്. നമ്മളിവിടെ ഒരു കോഫി ഷോപ്പിൽ വന്നിട്ട് കോഫി കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ 3, you have to play 3. No, so. Loser. I Yeah. won already 3 times. Because you are lucky. No. Because I'm smart. കോഫി അടിച്ചിട്ട് ലൂഡോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൂഡോ നമ്മുടെ മറിയ കോഫി ഷോപ്പിലുണ്ട്. ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഒടുക്കത്തെ മഴ കാരണം എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇവിടെ ഒന്ന് കറങ്ങി നടക്കാൻ നല്ലപോലെ പറ്റുമെന്ന്. ഒരുമാതിരി ഫുള്ള് മഴ, തണുത്തിട്ട് വയ്യ. ഞാൻ എൻ്റെ കയ്യിൽ റെയിൻ ജാക്കറ്റോ ഒരു സംഭവമോ ഇല്ല. ഇവിടെ ചെറിയൊരു ഈ കാണുന്നതൊക്കെ നമ്മുടെ ഒരു യൂറോപ്യൻ ടച്ചുള്ള ബിൽഡിംഗ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ പിന്നെ കൂടുതലും സോവിയറ്റ് ടച്ച് തന്നെയാണ്. പക്ഷേ ഇത് സോവിയറ്റ് ടച്ച് ആണോ എനിക്കറിയില്ല കേട്ടോ. കറക്റ്റ് യൂറോപ്പ് ടച്ച് പോലെ തോന്നുന്നുണ്ട്. ആളുകളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ ഇന്നലെ ബങ്കറിൽ നിന്നൊക്കെ വീഡിയോസ് എടുത്തപ്പോൾ ആളുകൾ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവരുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ യുദ്ധസമയത്ത് ഈ സ്പെഷ്യലി മിസൈലൊക്കെ വരുമ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മിസൈൽ വീഴാറുണ്ട്. അപ്പോൾ സ്പെഷ്യലി ഞാൻ ഒരു ഫോറിനർ വന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ലോക്കൽ ആളുകൾ പരിഭ്രാന്തപ്പെട്ടല്ലേ അവരിയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമാണ്. ഞാൻ നടന്ന് നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. പക്ഷേ എനിക്കൊരു നടക്കാനുള്ളൊരു മൂഡില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ഇതുപോലുള്ള ധാരാളം അണ്ടർഗ്രൗണ്ടുകൾ ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. ഈ കാണുന്ന അണ്ടർഗ്രൗണ്ടുകളെല്ലാം കൂടുതലും നമ്മുടെ റോഡ് ക്രോസ് ചെയ്യാനും മെട്രോ ഭാഗത്തോട്ടൊക്കെ പോകാനാണ്. ഇതിൻ്റെ അണ്ടറിലായിട്ട് തന്നെ ഇവിടെ നമ്മുടെ മെട്രോയുടെ ഇതാണ് കേട്ടോ. മെട്രോ എല്ലാം ഫ്രീ ആണ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നല്ലോ. പിന്നെ അവർ ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ സുവനീർ ഷോപ്പുകൾ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുന്നത്. ആളുകൾ വളരെ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ ഈ കാണുന്ന സ്ഥലങ്ങളിൽ. കാരണം മിക്ക ആളുകളും ഇപ്പോൾ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ ഭാഗത്താണ്. ഈസ്റ്റിൽ നിന്നുള്ള ആളുകളെല്ലാം വെസ്റ്റേൺ ഭാഗത്താണ് കൂടുതലായിട്ട് താമസിക്കുന്നത്. ഇത് കൊള്ളാലോ, നല്ല വിലക്കുറവായിട്ടുള്ള ഇവരുടെ ബന്നെന്തോണം കേട്ടോ. 30 രൂപ 33 രൂപയൊക്കെയുള്ള ഇവരുടെ എന്തോ ഒരു ബന്ന് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ ഓൾറെഡി കോഫി കുടിച്ചപ്പോൾ തന്നെ വയറ് കറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ടാങ്ക് സംഭവങ്ങളുണ്ട്. ഇത് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂസ്കി സ്ക്വയറിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മഴയാണ്. കയറുമ്പോൾ കാണുന്ന ആ ഗോപുരം ഇല്ലേ, അത് ഇവിടുത്തെ ഒരു ബെൽ ടവറാണ്. ഇവിടുത്തെ ഒരു കത്തീഡ്രലിൻ്റെ ബെൽ ടവറാണ്. കത്തീഡ്രലിൻ്റെ പേര് അസംഷൻ കത്തീഡ്രൽ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഏകദേശം 1658 കാലഘട്ടത്തിൽ ഇവർ തടി കൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആയിരുന്നു. പിന്നീട് ആ കത്തീഡ്രലിനെ ഇവർ സ്റ്റോൺ വെച്ച് 1600 എന്തോ സ്റ്റോൺ വെച്ചുണ്ടാക്കി. പിന്നീട് 1800 ഈ ബെൽ ടവർ ഇത്രയും വലിയ ബെൽ ടവർ അതിന് നിർമ്മാണമായിട്ട് കൊടുത്തു. ഇതൊരു നിയോ ക്ലാസിക്കൽ രീതിയിൽ അവർ പണിതിട്ടുള്ള ഒരു ബെൽ ടവറാണ് കേട്ടോ ഈ കാണുന്നത്. അതിനടുത്തായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു ബ്രിട്ടീഷ് എറയിലെ, അതായത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് അവർ പണിത കുറേ ടാങ്കുകൾ, ചെറിയ ബോംബിടുന്ന പീരങ്കി കണ്ടോ,
ഇതെല്ലാം അവർ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. പക്ഷേ ബ്രിട്ടീഷ് സംഭവം ഇത് എങ്ങനെ വന്നു എന്നായിരിക്കും നിങ്ങൾ നോക്കുന്നതല്ലേ. അതായത് ഇവിടെ ആ ഒരു സമയത്ത് 1900 ആ ഒരു കാലഘട്ടത്തിലൊക്കെ വേൾഡ് വാർ ഫസ്റ്റിനൊക്കെ ശേഷം ഇവിടെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള ഒരു സിവിൽ വാർ ഉണ്ടായിരുന്നു. അതായത് റഷ്യയുടെ അകത്ത് തന്നെ ഒരു സിവിൽ വാർ ഉണ്ടായിരുന്നു. സിവിൽ വാറിൻ്റെ സമയത്ത് നമ്മുടെ ഈ റെഡ് ആർമി ഉണ്ടല്ലോ, അതായത് സോവിയറ്റ് യൂണിയൻ്റെ ഈ റെഡ് ആർമി, റവല്യൂഷൻ്റെ ആർമി, അവർ വന്ന് പിടിച്ചെടുത്ത കുറേ ടാങ്കുകളൊക്കെയാണ്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിവിടെ ഒരു ചരിത്ര സ്മാരകമായിട്ട് അവരിവിടെ വെച്ചിരിക്കുകയാണ്. അതാണ്ട് പല ടാങ്കുകൾ. ഇതെല്ലാം ബ്രിട്ടീഷ് എറയുടെ ടൈമിലുള്ള ഇതിന് അവരെന്തോ മോഡൽ പറയും കേട്ടോ. ഈ കാണുന്ന ടാങ്കിനെല്ലാം അവർ പ്രത്യേക ഒരു മോഡൽ പറയുന്നതാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു സ്ഥലം. ഇത് നമ്മുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇത് കേട്ടോ. ഇവിടുന്ന് സൈഡിൽ നിന്ന് അവർ മറ്റേ ഇത് പൊട്ടിക്കുന്ന ഇതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒരു വ്യത്യസ്ത ശൈലിയിലുള്ള ഒരു ടാങ്ക് കേട്ടോ. ബ്രിട്ടീഷുകാർ വെക്കേണ്ട സാധനമാണ് കേട്ടോ. ഇവർ പിടിച്ചെടുത്തോണ്ട് ഇപ്പം ഇവർ ആളുകൾക്ക് വേണ്ടി ഇവിടെ മ്യൂസിയം പോലെ ഇങ്ങനെ ഓപ്പൺ എയറിൽ വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവരുടെ ഇൻഡിപെൻഡൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫ്രീഡം മോണുമെൻ്റ് ആണ്. ഇവരുടെ ഫ്ലൈയിങ് മോണുമെൻ്റ് എന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ക്വയർ കേട്ടോ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ക്വയറിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ അസംഷൻ ചർച്ച് വരുന്നത്, അസംഷൻ കത്തീഡ്രൽ വരുന്നത്, പിന്നെ നമ്മുടെ ഈ ബ്രിട്ടീഷ് ടാങ്കിൻ്റെ സംഭവങ്ങളെല്ലാം വരുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ് നിങ്ങൾ ഈ മുന്നിൽ കാണുന്നത്. ഇതവർ ഷീറ്റ് കൊണ്ട് എന്തോ കാര്യത്തിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് ഒന്നുകിൽ ഇത് റിനോവേഷൻ്റെ ഭാഗമായിട്ടായിരിക്കണം. ഇവിടെ ആക്ച്വലി മുമ്പുണ്ടായിരുന്നത് ഇവർ സോവിയറ്റിൻ്റെ ഭാഗമായിരുന്നല്ലോ. അപ്പോൾ സോവിയറ്റ് എറയുടെ ഭാഗമായിട്ടുള്ള ഒരു വലിയൊരു മോണുമെൻ്റ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മാറ്റിയിട്ട് ഇവർ 2012 ഇവരുടെ ഫ്രീഡത്തിനെ, അതായത് യുക്രൈൻ്റെ ഫ്രീഡം വന്നതെന്ന് പറയുമ്പോൾ സോവിയറ്റിൽ നിന്നൊക്കെ ആണല്ലോ. റഷ്യയൊക്കെ വേറെ ആയി. സോവിയറ്റിൽ നിന്ന് ഇവർ യുക്രൈൻ സ്വതന്ത്രമായ 1999 91. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 2012 നിർമ്മിച്ചിട്ടുള്ള ഒരു ഫ്ലൈയിങ് മോണുമെൻ്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ വെച്ചിട്ടുള്ള ഒരു മോണുമെൻ്റാണ്. അവിടെ മനോഹരമായിട്ടുള്ള നല്ല കത്തീഡ്രലുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഞാനൊന്ന് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഉള്ള പള്ളികളെല്ലാം നല്ല രസമാണ് കേട്ടോ. ഇതാണ്ടേ, അതുണ്ടോ, ഇവിടെ നമ്മുടെ വ്ളാഡിമീർ ആണ് ആക്ച്വലി ഇവിടെ ഓർത്തഡോക്സ് മതം കൊണ്ടുവന്നത്. പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈവൻ കീവിലും ഈവൻ കർക്കീവിലൊക്കെ ഈ ഒരു ഓർത്തഡോക്സ് മതം ഫുള്ളായിട്ട് ആളുകൾക്കെല്ലാം പേർക്കും കൊടുത്തത്. വാവ്, ഈ കാണുന്ന ഓർത്തഡോക്സ് പള്ളി കാണാൻ എന്ത് മനോഹരമല്ലേ. ഇവിടുത്തെ പള്ളികളൊക്കെ നല്ല രസമാണ് കേട്ടോ. കളർഫുള്ളായിട്ടുള്ള പള്ളി. അതാണ്ട് ഇവിടെ പള്ളിയിൽ അച്ഛൻ നടക്കുന്ന കണ്ടില്ലേ, ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ അച്ഛനാണ് കേട്ടോ. എൻ്റെ കൈയൊക്കെ ഫ്രീസാവുന്നുണ്ട് കേട്ടോ. ഓൾറെഡി കൈയെല്ലാം തണുത്ത് ഫ്രീസാവുക. ഈ കാണുന്നത് നമ്മുടെ സെയിൻറ്റ് നിക്കോളാസ് ആണ് കേട്ടോ. ചക്ക ഞാൻ വിചാരിച്ചു വ്ളാഡിമർ എന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത്. ആ Нельзя посторонним ходить. Священники, трапеза, кушают. കുശ. ഓ, ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഓക്കെ. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. പള്ളി ഭാഗത്തോട്ട് കയറാൻ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ പള്ളിയുടെ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ ചുവർ ചിത്രങ്ങളൊക്കെ നോക്കിക്കേ, വേറൊരു ലെവല് കേട്ടോ. ഇവിടെ എല്ലാ പള്ളികളിലും നമുക്ക് മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് കത്തിക്കാനുള്ള ഇടം കാണും. പിന്നെ സുവനീഴ്സുകൾ വാങ്ങാനുള്ള ഒരു ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ തമാശ പറയുന്നതല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പല പള്ളികളിൽ പോയിട്ടുണ്ട്. ജീസസിന് എൻ്റെ ഇവിടെ ഒരു 6 പാക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ.
ആദ്യമായിട്ടാണ് കേട്ടോ. അവർക്ക് തോന്നുന്നത് പോലെയാണ് പല സ്ഥലങ്ങളിൽ അവർ ജീസസിനെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഏത് മുക്കിൽ നോക്കിയാലും പള്ളികളാണ്. ഈ കാണുന്ന പള്ളിയിൽ നിന്നാണ് ഞാൻ വന്നത്. അവിടെ നോക്കിയപ്പോൾ നമ്മുടെ ഒരു നിയോ ക്ലാസിസിസം അല്ലെങ്കിൽ നമ്മുടെ ബൈസാൻഡിയൻ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഓർത്തഡോക്സ് ദേവാലയമാണ് കേട്ടോ. ഓർത്തഡോക്സ് പള്ളിയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ളൊരു പള്ളി കേട്ടോ. നോക്കി, നല്ല രസമുണ്ടല്ലേ. ഇവിടെ എല്ലാം പള്ളിയാണ്. പിന്നെ ഈ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആ കാണുന്ന പള്ളി പണിതത് 1888 1900 ഒക്കെ ആയപ്പോൾ തുറന്നു. ഈ കാണുന്നത് അതിൽ നിന്നും പഴക്കമുള്ള, ഇതും 1800 കാലത്തിന് ശേഷമാണ്, 1850 ശേഷമാണ് കേട്ടോ ഈ റിംഗ് ബെൽ ടവർ പണിതത്. പക്ഷെ പള്ളി പണിതിട്ട് കുറേ വർഷങ്ങളായി, 1600 ശേഷം. ഞാൻ നമ്മുടെ അസംഷൻ ചർച്ചിലോട്ടാണ് കയറുന്നത്. ആക്ച്വലി ഇവിടെ ഒരു ഇസ്കോൺ ടെമ്പിളൊക്കെ ഉണ്ട് സിറ്റിക്ക് പുറത്തായിട്ട്. നമ്മുടെ ഹരേ കൃഷ്ണ സംഭവം അല്ലേ, ഹരേ കൃഷ്ണയുടെ ടെമ്പിളൊക്കെ ഉണ്ട്. റഷ്യക്കാരും യുക്രൈനുകാരൊക്കെ, സ്പെഷ്യലി റഷ്യൻസ്, ഭയങ്കര ഫാസിനേറ്റഡ് ആണ് ഹിന്ദുയിസത്തിൻ്റെ അടുത്തും നമ്മുടെ ഹരേ കൃഷ്ണ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുയിസമായിട്ടുള്ള നമ്മുടെ സനാതൻ ധർമ്മമായിട്ടൊക്കെ വളരെ ക്രോസ് ആയിട്ട് ഭയങ്കര സ്പിരിച്വലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അതുപോലെ തന്നെ ധാരാളം യുക്രൈനിയൻസും യോഗ, മെഡിറ്റേഷൻ, നമ്മുടെ ഹിന്ദുയിസം അല്ലെങ്കിൽ സനാതന ധർമ്മം ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കുറേ ആൾക്കാർ ഇവിടെയും ഉണ്ട്. അപ്പോൾ അത് ഞാൻ മഴയായതുകൊണ്ടാണ് കാണിക്കാൻ പോവാത്തത്. ദൊബ്രദാൻ. ഈ പള്ളിയിൽ കയറിയപ്പോൾ ഒരു ഹോണ്ടഡ് ഫീൽ കേട്ടോ എനിക്ക്. വാവ്, ഇതാണ് കേട്ടോ ഇവിടുത്തെ പഴക്കമാർന്ന നമ്മുടെ ക്യാൻഡിലൊക്കെ കത്തിക്കുന്ന ഇതാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ മുന്നോട്ട് പോയി കാണിച്ചു തരാം. ഇത് നമ്മൾ കാണുന്നത് സെയിൻ്റൊക്കെയാണ് കേട്ടോ, ഓരോ സെയിൻറ്റുകൾ. ഞാൻ നടന്നു വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഫുൾ അവർ തകർത്ത് തരിപ്പണാക്കി ഇട്ടേക്കുവാണ്. ഇതാണ്ട് ഒരു വലിയൊരു ബോംബ് വന്ന് വീണ് ഈ ഒരു ഭാഗം മുഴുവൻ ഇതായിട്ട് കിടക്കുക. ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ തകർന്നു കിടക്കുക. പയ്യെ ഉള്ളിലോട്ട് കയറുന്നോന്നുണ്ട്, പക്ഷെ ആരെങ്കിലും കണ്ടാൽ ചിലപ്പോൾ ഇഷ്യൂ ആവും, ചിലപ്പം പറയാൻ പറ്റൂല. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും നമുക്ക് ഉള്ളിലോട്ട് കയറാം അല്ലേ. പൊട്ടാതെ കിടക്കുന്ന വല്ല സംഭവങ്ങളുണ്ടോ എന്നാണ് എനിക്കൊരു പേടി. അങ്ങനെ വല്ലതും ആണെങ്കിൽ ചിലപ്പോൾ ഇഷ്യൂ വരാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വലിയ ഇഷ്യൂ ഒന്നും വരാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഞാൻ എന്തായാലും ഈ നെറ്റിൻ്റെ ഉള്ളിലൂടെ പയ്യെ കയറാൻ വേണ്ടി ശ്രമിക്കാം. ആരും കാണില്ല എന്ന് വിചാരിക്കുന്നു. ഓ മൈ ഗോഡ്, വാ, ഇവിടെയാണ് കേട്ടോ ഫുള്ള് തകർന്ന് തരിപ്പണായിട്ട് കിടക്കുക. ഇവിടെ ഇങ്ങനെ ഇവർ മൂടിയിട്ടേക്കുക കേട്ടോ, ആളുകൾ കയറാതിരിക്കാനൊക്കെ ആയിട്ട്. ഇവർ പൊട്ടിയ ഭാഗമൊക്കെ ഇതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ വീണ്ടും ഇത് റിനോവേറ്റ് ചെയ്യുവാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ചെറിയൊരു പേടി യാതില്ല, കാരണം നമ്മൾ സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്, പറയാൻ പറ്റൂല. ഇവിടെ നമ്മുടെ കർക്കീവിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, റഷ്യയുടെ അണ്ടറിലാണ്. അത് ഇവർ ഫുള്ള് പിടിച്ചെടുത്ത ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ ഫുള്ള് ഗ്രനേഡാണ് കേട്ടോ. അതായത് ഈ തറയിലൊക്കെ മൈനൊക്കെ ധാരാളം ഇവർ കുഴിച്ചിട്ടിട്ട് അവിടെ ഞാൻ പോകാനുള്ള ഒരു പ്ലാനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ജേർണലിസ്റ്റിനെ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ പുള്ളിക്കാരന് പ്രസ് കാർഡുണ്ട്. അപ്പോൾ അത് വെച്ച് പോകാനുള്ള ഒരു ശ്രമം നടത്താനുള്ള ഒരു പ്ലാനാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഒരു ഹോൾ ബിൽഡിംഗ് ഇങ്ങനെ. ചലോ, എന്നെ ഒരാൾ തൂക്കി കേട്ടോ. ഇവിടെ ഒരാൾ വന്നിട്ട് എന്തോ പറയുന്നു. സോറി, I just came to take a photo. С улицы. Оттуда можно. Сюда заходить нельзя. Okay. Нельзя. Sorry. Тут же закрыто. Okay. Заходите, пожалуйста. С улицы можно, оттуда можно. Туда, okay, sorry. പുറത്തോട്ട് ഇറങ്ങേണ്ടി വന്നു. നമ്മുടെ മെട്രോയും ബസ്സൊക്കെ കൂടാതെയുള്ള മറ്റൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു പഴയ ഇലക്ട്രോണിക് ട്രാമാണ്, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ട്രാമാണ് അവിടെ കാണുന്നത്. ഒരു ബാഗ് കടയിൽ വന്നതാണ്.
നമ്മുടെ ട്രാവൽ എക്യുപ്മെൻറ്റ്സ് കിട്ടുന്ന ഈ കാണുന്ന ബാഗാണ് കേട്ടോ എൻ്റെ ബാഗ്. ഇതിന് ഇവിടുത്തെ വില 14,440, അതായത് നമ്മുടെ നാട്ടിലൊരു 30,000 രൂപയാണ് കേട്ടോ. ഈ ബാഗാണ് എനിക്ക് ഉള്ളത്. ഇത് എമ്മിക്കുട്ടി എനിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്ന ബാഗാണ് കേട്ടോ, ഓസ്പ്രേയുടെ ബാഗ്. Amazing, like you have very nice. Oh, okay. It's for the rock climbing. Okay. Yeah, you know. I think I'm much into traveling and hiking, backpacking. Perfect. I actually was looking for the hammock with the mosquito net, you know. Along with that. Together. Together, yeah. Yeah, just separate. Only separate. Which is the most like ഞാൻ ഈ ഒരു നഗരം വരെ വന്നിട്ട് ഇവിടുത്തെ ഒരു മാളിൽ നിങ്ങളെ കയറ്റിയില്ലാന്ന് വേണ്ട, ഞാൻ ഇവിടുത്തെ ഒരു മാളിൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരാം. അകത്ത് കയറിയപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും വീഡിയോ ചിത്രീകരിക്കാനായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഇഷ്യൂ ഉള്ളതുകൊണ്ടേ. ഇത് കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒരു മാള്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ മാള് ഈ കാണുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെ മോളിൽ നമ്മുടെ ഹാലോവീൻ്റെ ഭാഗമായിട്ട് ഈ കാണുന്നത് നമ്മുടെ ഹാലോവീൻ്റെ ഭാഗമായിട്ട് എനിക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ഹാലോവീൻ വരുന്നത് ഈ മാസം 30-ാം തീയതി, ഒക്ടോബർ 30-ന് എന്തോണ് കേട്ടോ നമ്മുടെ ഹാലോവീൻ. യുക്രൈനിലും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ ഹാലോവീൻ നല്ലതുപോലെ ഇവർ ആഘോഷിക്കാറുണ്ട്. പിന്നെ യൂറോപ്പിലൊക്കെ എസ്പെഷ്യലി സെൻട്രൽ യൂറോപ്പ് ഈ പ്രീ ക്രിസ്ത്യൻ ട്രഡിഷൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് എന്തോ ഹാലോവീൻ ഇങ്ങനെ തുടങ്ങിയത്. അങ്ങനത്തെ കുറച്ച് സംവിധാനമൊക്കെ ഉണ്ട്. ഞാൻ നോക്കട്ടെ, ഇവിടെ ദാണ്ട് ഒരു മനോഹരമായിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാലോവീൻ്റെ ഭാഗമായിട്ട് അവർ വെച്ചിരിക്കുന്നത്. ഇതാ ഇവിടെ നിന്നും നമുക്ക് നല്ലപോലെ കാണാൻ സാധിക്കും ഹാലോവീൻ. ഇവിടെ ഹാലോവീൻ്റെ നടുക്ക് നമുക്ക് ഒരു ദേവത ഉണ്ടല്ലോ, അത് ഏത് ദേവതയാണെന്ന് മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ, ടു യൂണിവേഴ്സിറ്റി На университет. This one? Сюда. Okay. ഞാൻ ഒരാളടുത്ത് ചോദിച്ചതാണ് കേട്ടോ എനിക്ക് മെട്രോ ഏതാണെന്ന് കയറാനായിട്ട്. ഇവിടെ മെട്രോ എല്ലാം ഫ്രീ ആണ്, ഞാൻ പറഞ്ഞില്ലേ. ഇതാ ഇവിടെ നമുക്കൊന്നും കാണിക്കണ്ട, ഫ്രീ ആയിട്ട് അങ്ങ് കയറി പോവാം. ഓക്കെ, യാക്കെ നമ്മളങ്ങനെ വീണ്ടും മെട്രോ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവർ കുറച്ച് കാർട്ടൂൺ പോലുള്ള ഇവരുടെ ചിത്രങ്ങളൊക്കെ വെച്ച് ഇവരുടെ യുദ്ധത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ആർമിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചുമർ ചിത്രങ്ങളാണ് കേട്ടോ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഇവിടെ നമ്മുടെ വെറ്റിനറി ഇങ്ങനെ യുദ്ധ ഫീൽഡിലൊക്കെ സഹായിക്കാനായിട്ടുള്ള ഡോക്ടേഴ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഞാൻ ഈ കാണുന്ന മെട്രോയിലാണ് കേട്ടോ പോകാനായിട്ട് പോകുന്നത്. ഞാൻ അവിടെ നിന്ന് മെട്രോ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ കോഫി ഷോപ്പിൽ നിന്ന് ഇവിടുത്തെ നമ്മുടെ ഫ്രീഡം സ്ക്വയറിലോട്ട് വന്നിട്ടുണ്ട്. ഫ്രീഡം സ്ക്വയറിൽ എന്നെ കാണാനായിട്ട് ഇവിടെ ഉള്ളൊരു പുള്ളിയുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ എന്നെ ഇവിടേക്കൊക്കെ ഒന്ന് കറക്കി കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ ഒരു സ്ലോവാക്കിയയിൽ ഞാൻ മുമ്പ് പോയപ്പോൾ സ്റ്റേ ചെയ്ത ഒരു കപ്പിളുണ്ട്, നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അറിയാം. സ്ലോവാക്കിയയിൽ പോയപ്പോൾ, അപ്പോൾ ലാസ്റ്റ് ഞാൻ കേരളത്തിലൊക്കെ വരണമെന്നൊക്കെ കുറേ പ്രാവശ്യം ഇൻവൈറ്റ് ചെയ്ത ഒരു കപ്പിളാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇവിടെ. അവർ ഇന്ന് ഇതേ ദിവസം, ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസം, ഇന്ന് അവർ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ആ സ്ലോവാക്കിയൻ കപ്പിള്. ഞാൻ കേരളത്തിൽ വരണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് 1 വർഷത്തിന് ശേഷം അവർക്ക് കിട്ടിയ ആദ്യത്തെ ലീവിൽ അവർ കേരളം പ്ലാൻ ചെയ്തു. ഇന്ന് അവർ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. How are you? Yuri. Fine. Nice to meet you, bro. Hi, Mahin. We're a little bit tired. You wanna join to see a little? Yeah, I can. Yeah, of course, yeah. It's our exhibition. Okay. Very good It's about documentation, and I think the first place, the first art object is blog post. Blog post. Yes, and it's so actual because exhibition in general about documentation in art. And here in Kharkiv, I think it's more actual, you know. I mean, if you want to hear some in English. ഇവിടെ ഇവരുടെ മ്യൂസിയത്തിൽ ഷോക്കേസ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ, എക്സിബിഷൻ ഹാളിൽ. ഈ കാണുന്നത് ഇവരുടെ ലോക്കൽ മണിയാണ്. അതായത് 2000-ൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ വിലയെന്ന് പറയുമ്പം വെറും 50 ലോക്കൽ മണിയാണ്. അതായത് നമ്മുടെ നാട്ടിലെ 1 രൂപ വരും. അതേസമയം 2006-ലായപ്പോൾ ആ വില നമ്മുടെ നാട്ടിലെ എത്രയാ, നമ്മുടെ നാട്ടിലെ ഒരു 1.5 രൂപയായി. പിന്നെ ഇങ്ങനെ ഓരോ വർഷം കൂടുന്തോറും വില കൂടും. 2015 ആയപ്പോൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ വില വെറും 5 രൂപയാണ് കേട്ടോ. 5-5.5 രൂപയാണ്. പിന്നെ അത് 2019 ആയപ്പോൾ അതിൻ്റെ വില
ഒരു ഏകദേശം 12 രൂപയായി. 6 എന്ന് പറയുന്ന ലോക്കൽ കറൻസി ഇതാ ഈ കാണുന്ന ഇത്രയായി. 2022 മുതൽ ഇവരുടെ യുദ്ധം തുടങ്ങിയത് മുതൽ, അതായത് ഫുൾ സ്കെയിൽ ഇൻവേഷൻ തുടങ്ങിയത് മുതൽ ഗ്രാഫ് താഴോട്ട് വന്നു. 0 ആണ് കേട്ടോ. 1 രൂപയും ഇവർക്ക് കൊടുക്കണ്ട. അതുകൊണ്ടാണ് കർക്കീവിൽ ഫുള്ള് ഫ്രീ ആണ്. തിരിച്ചു വന്നു. ടോയ്ലറ്റ് മറിയ ടോയ്ലറ്റിലോട്ട് പോയിരിക്കും. ഹലോ. How was your walk? It's good, yeah. Over there. Are you serious? I was Very scared serious. about you. നമ്മളങ്ങനെ വീണ്ടും മെട്രോ എടുത്ത് ഞാനും മറിയയും കൂടെ സോൾട്ടിസ്ക എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. യെസ് അതെ അതെ. ഓ ഇവിടെ എല്ലാ ബിൽഡിങ്ങും സാൾട്ടിസ്ക എന്ന് പറയുന്ന ഒരു ഏരിയ കർക്കീവിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഏരിയ ആണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ റഷ്യൻ ഫ്രണ്ട് ലൈൻ ഫോഴ്സ് നിന്നിട്ട് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. ഈ കാണുന്നത് എല്ലായിടത്തും ഇവിടെ എപ്പം വേണോ പ്രശ്നങ്ങൾ വരാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ കുറവാണ്. ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു ഏരിയ. നമ്മൾ ആദ്യം ഷവർമ കഴിച്ചിട്ട് ഒരു ലോക്കൽ ബസ് എടുത്തിട്ട് നമ്മൾ വേറെ സ്ഥലങ്ങളിലോട്ട് പോവാണ്. ഈ ഒരു ഷവർമയ്ക്ക് 160, ഒരു 330, 340 രൂപയാണ് കേട്ടോ ചിക്കൻ ഷവർമ. നമ്മൾ ഷവർമയും കഴിച്ചുകൊണ്ട് നടക്കുവാണ്. ഓ ഇവിടെ എല്ലാ ബിൽഡിങ്ങുകളും തകർന്നടിഞ്ഞ് കിടക്കുക. ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇതെല്ലാം പാച്ച് വർക്ക് ചെയ്ത് പണി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ കാണുന്നത് എല്ലാം ഇവിടെ അടച്ചിട്ടൊക്കെയാണ് കേട്ടോ. എല്ലാം ഇതുപോലെ ഇങ്ങനെ തൊലഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കാർ സ്പൈ എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഒളിച്ചൊളിച്ചിട്ടൊക്കെയാണ് നടക്കുന്നത്. കാരണം ഇവിടെ പോലീസൊക്കെ പരതി കിടക്കുവാണ്. ഈ കാണുന്ന ഏരിയയിലോട്ടാണ് കേട്ടോ. ഇങ്ങോട്ടൊന്നും നമുക്കങ്ങനെ അധികം കയറി പോകാനായിട്ട് പറ്റില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഏരിയ മുഴുവൻ ഇതുപോലെയാണ് കേട്ടോ. ഫുള്ള് ഡിസ്ട്രോയ് ആയിട്ട് നശിച്ച് നാരായണ കല്ലെടുത്ത് കിടക്കുന്ന ഒരു ഏരിയകളാണ്. നമുക്ക് അധികം അങ്ങോട്ട് പോകാനായിട്ട് കഴിയില്ല. കുറച്ച് ദൂരം കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഫോഴ്സിൻ്റെ വേറെ ഫോഴ്സുകൾ മാറും. അങ്ങോട്ടൊന്നും നമുക്ക് പ്രസ് കാർഡൊന്നും ഇല്ലാതെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കാണുന്ന വീടുകളിലൊന്നും ഒരു മനുഷ്യരും താമസിക്കുന്നില്ല. ഇതെല്ലാം ഗരേജ് ഭാഗങ്ങളാണ്. ഇവിടെ ഓരോ കാറ് ഗരേജിൻ്റെ അകത്ത് ഇട്ടിരുന്ന എല്ലാം നശിപ്പിച്ചു. ബാക്കി സാധനങ്ങളെല്ലാം ആൾക്കാർ എടുത്തുകൊണ്ട് പോയി. ഒരു പുള്ളിക്കാരൻ വന്ന് എന്തൊക്കെയാ പറയാണ് കേട്ടോ. ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ് Looking around what it is possible to steal, and then like in 1-2 days at night the company comes and they rob everything that is left. So he's worried that we are just looking around what else to steal, you know? That's what I was talking about. ഇവിടെ കുറേ ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ സ്റ്റീൽ ചെയ്യാറുണ്ട് പൊതുവെ. അപ്പോൾ പുള്ളിക്കാരന് പേടി ഇനി നമ്മൾ സ്റ്റീൽ ചെയ്യാൻ വേണ്ടി വന്നതാണോ അതൊക്കെയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് വിട്ടു. ഈ കാണുന്ന ഭാഗത്ത് മറ്റൊരു ബിൽഡിങ്ങുകളൊക്കെയാണ്. ഫുള്ള് തുളകളാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും പോലീസുകാരുണ്ട്. ഇവിടെയൊക്കെ അവരിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുമ്പം ഇവിടെ എന്തെങ്കിലും ആളുകളൊക്കെ കയറിയിട്ട് അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇതാ ഈ കാണുന്ന ബിൽഡിങ്, ഈ കാണുന്ന ഒരു ഹോൾ ബിൽഡിങ് ഏരിയ നശിച്ച് ഇതായി കിടക്കുവാണതോ. അങ്ങനെ അവസാനം ഞാൻ തിരിച്ച് മെട്രോ സ്റ്റേഷനിൽ വന്ന് അതാണ് ഇവിടെ ട്രെയിൻ എടുത്തിട്ട് ഞാനങ്ങനെ വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. ഒഡേസ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തോട്ട് പോവാണ്. എൻ്റെ കൂടെ ബൈ, സീ യു, വിൽ മീറ്റ് യു സം അതർ ടൈം, ബൈ. അവൾ ആക്ച്വലി എന്നോട് വരാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ അവൾക്ക് പിന്നെ പണിയുണ്ട് കേട്ടോ. വേറെ മീറ്റിംഗ് എന്തോ വന്നുകൊണ്ട് അവൾ നേരെ അവളുടെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഞാൻ ഇനി ഒറ്റയ്ക്ക് എൻ്റെ യാത്ര ചെയ്യുവാണ്.
Okay, bye. See you. Bye. 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 You're so good. ഈ കാണുന്നതാണ് നമ്മുടെ ഹർക്കിവിലെ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ കാണിച്ചു തന്നതാണ്. ഇവിടെ തന്നെ ട്രെയിനുകളുടെ സമയക്രമമൊക്കെയാണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. Как на английском сказать, красивый. Кто красивый? Он? Да. She said that you are very beautiful. Дякую. You too. Вы тоже. День сказал, что вы тоже. Я знаю, просто... എൻ്റെ അടുത്ത് വന്ന ഒരാൾ ബ്യൂട്ടിഫുൾ എന്ന് പറയാണ് കേട്ടോ. അതൊരു പെൺകുട്ടി. Перевод я знаю. Поняла. I told her that you told that she's also beautiful, and she's like, yes, I understood what he replied, but it's very hard for me to tell. Like, she understands, but he cannot tell. Okay. Cool. Ooh, I am a beautiful boy. Oh, this one is warm. It's super. Nice to meet you. Jackie. എൻ്റെ അടുത്ത് വന്നൊരു ഫോട്ടോ. No. Tourist. Slava Ukraine. ഇവിടെ ആൾക്കാരിനെ യുദ്ധത്തിന് വന്നതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വെച്ച് നീ യുദ്ധത്തിന് വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കറങ്ങാൻ വേണ്ടി വന്ന ടൂറിസ്റ്റ് ആണെന്ന് പറഞ്ഞു. Some small girl said that he is a beautiful boy. Yes, because I'm very beautiful. Why, you are jealous? Are you jealous? Tell me. Because she called me auntie, and I'm like. She said to me, auntie, excuse me, could you say this boy that he's very beautiful? And I'm like. ആ പെണ്ണ് വന്ന് പറഞ്ഞതേ, അതായത് ഇവിടെ വിളിച്ചത് Only 4 years difference. മറിയുടെ അടുത്ത് പറഞ്ഞു, മറിയ ആൻറ്റി ആ പയ്യൻ്റെ അടുത്ത് ഒന്ന് പറയാം, അവനിപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. എന്നിട്ട് എന്നോട് ഫോട്ടോയൊക്കെ എടുത്ത്. ഇവിടെ ആൾക്കാരെല്ലാം നമ്മുടെ ഒഡേസയിലോട്ട് പോകാനുള്ള ട്രെയിനിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഫുള്ള് തിരക്കാണല്ലോ. ഇവിടുത്തെ ട്രെയിൻ ആക്ച്വലി നല്ല കണക്ഷനുള്ള ട്രെയിനാണ് കേട്ടോ. ചീപ്പാണ്, അധികം എക്സ്പെൻസീവ് അല്ല. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ ഡബ്ബ ട്രെയിനാണ് കേട്ടോ. നമ്മുടെ ട്രെയിൻ Electrichka. We don't have trains like this. Yeah, this is Ukraine train. This is how you. No. It's very old. Don't look at this. അവള് പറയാ, ഇത് കാണിക്കണ്ട, ഇതല്ല നമ്മുടെ ട്രെയിനെന്ന്. നമ്മളിവിടെ പോകുന്നതിന് മുമ്പ് ലൂഡോ കളിക്കുകയാണ്. You going to lose this game, okay? No, you're going to lose. He always loses. You always lose. See? What, see? See at the end. Last game I remember, okay? Last game ഞാൻ പൊട്ടി പാപ്പരാസാക്കി കേട്ടോ. 5 പ്രാവശ്യമൊക്കെ ഞാൻ വെട്ടിയായിരുന്നു. എനിക്ക് ഒരു 6. No. Okay, good. നമ്മുടെ ട്രെയിൻ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ട്രെയിൻ കത്തുവാണോ? എൻ്റെ അമ്മ നോക്കി, ഇവിടെ പുറത്ത് സൈറനൊക്കെ അടിക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. Come. Let's go. You don't go. You stay here. No, I go. I don't allow you. Let's go Odisha. Sorry, Odisha. Pretty nice. Nice? Yeah, super nice. Look. ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഇത് നമുക്ക് താത്തിട്ട് ഇവിടെ സീറ്റാക്കാം. ഇതാണ് ഇത് നല്ല അത്യാവശ്യം നല്ല ട്രെയിൻ കേട്ടോ. പക്ഷെ ഇവിടെ ചാർജിങ്ങിനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. അവിടെ പുതപ്പ് ഇതൊക്കെ ഉണ്ട്. People were just walking. കണ്ടില്ലേ, കൊള്ളാം കേട്ടോ. ഇവിടെ ഹാങ്കർ ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുക്കുവാണ്. And I'm going. Bye. You're leaving me in Kharkiv and going to Odessa. അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുത്ത് ഇനി പോവാണ്. Bye. 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 Take care, okay? Dякую. മറിയ പോയി കേട്ടോ. നമ്മൾ ആക്ച്വലി ഭയങ്കര ക്ലോസ് ആയിരുന്നു. അയ്യോ. യെസ്, അങ്ങനെ ഈ കാണുന്നതാണ് എൻ്റെ ഇത്. ഹലോ സർ.
ഈ കാണുന്നതാണ് എൻ്റെ ബെഡ്. ഇവിടെ നിന്നും ആരും വന്നില്ല കേട്ടോ, ഇത് ഫ്രീ ആയിട്ട് കിടക്കുവാണ്. ഇവിടെ നിന്നാണ്. ഓ ഓക്കെ ഓക്കെ, ഇവിടെ നിന്ന് ഓക്കെ, നമ്മൾ പൊക്കണം. ഓ ഇങ്ങനെയാണ് കേട്ടോ സംവിധാനം. വാവ്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ കണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലൊക്കെ എന്ന് പറയുമ്പോൾ ഇരിക്കാൻ പറ്റും കേട്ടോ കിടക്കാത്ത സമയത്ത്. പക്ഷെ ഇവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, എപ്പോഴും ബർത്ത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ പൊക്കി വെക്കാനേ പറ്റുള്ളൂ. പക്ഷേ where are you going? Odessa? Odessa? You are from Odessa? No, I'm from Kharkiv. Oh, you are from Kharkiv. ഇവിടെ അവർ കണ്ടില്ലേ, നമുക്ക് ഉണ്ട്. പിന്നെ അതുകൊണ്ട് ഒരു തലങ്ങാളിയുണ്ട്, അവർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇത് തരും കേട്ടോ. ഇതിലൊരു ടവല്, പിന്നെ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് തന്നെ നമുക്കൊരു ടവലുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ചേച്ചി അടുത്തായിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരിയുടെ മുഖം കാണിക്കുന്നില്ല, പാവം. നമ്മുടെ കമ്പനി ആയിട്ടുണ്ട്, നല്ലപോലെ സംസാരിക്കുകയൊക്കെ ചെയ്തു. കണ്ടില്ലേ, ഒരു ബെഡ്ഷീറ്റ്, ഒരു ടവല്, പില്ലോ കവറ്, ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇത് കിറ്റിൻ്റെ അകത്ത് വരുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല സൂപ്പർ ഫാൻസി ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു ട്രെയിൻ കേട്ടോ. ഞാൻ നിങ്ങൾക്കൊന്ന് വാഷ്റൂമിൽ പോയിട്ട് കാണിച്ചു തരാം. വാഷ്റൂമൊക്കെ അത്യാവശ്യം നോക്കിക്കേ, അടിപൊളിയല്ലേ, സെറ്റപ്പ്, അടിപൊളി ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം. ഇവിടെ ചാർജിങ് കുത്താം. ഇത് എമർജൻസി. ഇതെന്തിനാ? ഇത് അംഗവൈകല്യമുള്ള ആൾക്കാർക്ക്